over to you, Pastor. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ അനുഗ്രഹീതമായ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ എല്ലാ ദൈവജനത്തിനും കർത്തൃദാസന്മാർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. വിശേഷിച്ച് ഞാനേറെ സ്നേഹിക്കുന്ന പ്രിയ സണ്ണിച്ചായൻ, അതുപോലെ റിജോയ്സ് മിനിസ്ട്രിയുടെ ലീഡർഷിപ്പിലുള്ള മറ്റ് ദേവദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച് ആരാധനയിലേക്ക് നമ്മളെ നയിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രസാദ്, ഫാമിലി, മറ്റുള്ള എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ, തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇത് ദൈവം നമ്മോട് സംസാരിക്കുന്ന മിനിറ്റുകളാണ്. ഇതെൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണെന്ന് വിശ്വാസത്താൽ പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ദയവായി നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, ഇത് എൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ ഗൗരവമേറിയ ഒരു ദൈവവചനം നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അത് പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണ്. ഒരു നല്ല പഠിതാവിനെ പോലെ ഇന്ന് ദൈവവചനത്തിന്റെ മുൻപിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ വളരെ ശ്രേഷ്ഠമായ, വളരെ ഉന്നതമായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദയവായിട്ട് നിങ്ങൾ 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ്, പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികൾ, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് മൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നമ്മൾ ഈ ലേഖനങ്ങൾ വായിക്കുമ്പം ലേഖനങ്ങളുടെ ഒരു സവിശേഷത, എല്ലാ ലേഖനങ്ങൾക്കും ഒരു അഭിവാദനം ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എല്ലാ ലേഖനങ്ങൾക്കും ഒരു ആമുഖമുണ്ട്. അതും എഴുത്തുകാരനെ പരിചയപ്പെടുത്തിക്കൊണ്ടും വായനക്കാരെ സംബോധന ചെയ്തുകൊണ്ടുമാണ്. ഇവിടെ എഴുത്തുകാരനെ പരിചയപ്പെടുത്തുന്നു യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ്. വായനക്കാരെ സംബോധന ചെയ്യുന്നു പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികൾ. എന്നിട്ട് ആ വായനക്കാരെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില വാക്കുകളുണ്ട്. അതിലൊന്നാമത്തെ വാക്ക്, ഈ ചിതറിപ്പാർക്കുന്ന ദൈവജനത്തെ വിളിക്കുന്ന പേര. നിങ്ങളെ വാക്ക് ശ്രദ്ധിച്ച്, പരദേശികൾ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, പരദേശികൾ. പിന്നീട് നമ്മൾ അവിടെ പ്രധാനപ്പെട്ട ചില വാക്കുകളൂടെ കാണാനായിട്ടുണ്ട്. അത് പറഞ്ഞു നിൽക്കാനുള്ള നേരം എൻ്റെ മുൻപിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം നമ്മൾ ഈ പരദേശികൾ എന്ന വാക്ക് ധ്യാനിക്കാനായിട്ട് പോവുക.
ആരാണ് ഈ പരദേശികൾ? റിജോയ്സ് മിനിസ്ട്രീസിൽ ഖത്തറിലിരുന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ പരദേശികളാണ്, ഇന്ത്യൻസ് എന്നുള്ള നിലയിൽ. എന്നാൽ ബൈബിൾ പരദേശി എന്ന് പറയുമ്പം അതിന് കുറേ അർത്ഥതലങ്ങളുണ്ട്. ഞാനിത് പല പരിഭാഷകളിലൂടെ വായിച്ചപ്പം പല വാക്കുകളാണ് എനിക്ക് മനസ്സിലായത്. അതിലൊരു വാക്കെന്ന് പറയുന്നത് എക്സൈൽസ് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എക്സൈൽസ് എന്ന പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ തന്നെ വേറൊരു പരിഭാഷയിൽ ടെമ്പററി റെസിഡൻസ് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു പരിഭാഷയിൽ റെഫ്യൂജീസ് എന്ന് വിളിക്കുന്നുണ്ട്. വേറൊരു പരിഭാഷയിൽ സോജേൺസ് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു പരിഭാഷയിൽ പിൽഗ്രീംസ് എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പരദേശികളാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ അർത്ഥങ്ങളെ ശരിക്കും ശ്രദ്ധിച്ചേ. ടെമ്പററി റെസിഡൻസ് ആണ്, റെഫ്യൂജീസ് ആണ്, സോജേൺസ് ആണ്, പിൽഗ്രീംസ് ആണ്. ഈ ആശയത്തിൽ എല്ലാം കൂടെ ചേർത്ത പരദേശികൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പത്രോസ് പറയുന്നു, പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്യയിലും ആസിയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന ദൈവജനമേ, നിങ്ങൾ പരദേശികൾ ആണ്. എന്റെ പ്രിയരെ, ഒരർത്ഥത്തിൽ എല്ലാവരും പരദേശികളാണ്. ഞാനും പരദേശികളാ, നിങ്ങളും പരദേശികളാ. നമ്മൾ മാത്രമല്ല, സകല മനുഷ്യരും പരദേശികളാണ്. അതെന്നെ പാസ്റ്റർ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, യോബിന്റെ പുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും മരിച്ചേ പറ്റും. സഭാപ്രസംഗിയുടെ പുസ്തകത്തില് 3-ാം അധ്യായത്തില് അവിടെ പറയുന്നുണ്ട്, ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം എന്ന് പറയുന്നു. ജനിക്കാൻ ഒരു കാലം ഉണ്ട്, മരിപ്പാനും ഒരു കാലമുണ്ട്. ജനിച്ചാ ജനിച്ചു, അതുപോലെ തന്നെ മരിക്കും. ജനിച്ചു, മരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ജനിച്ചു മരിക്കുന്നവനെല്ലാം പരദേശികളാ. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത്, പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. ദ്രവിച്ചങ്ങ് പോവാ. ഒരു ചിന്തകൻ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, നിത്യത മുതൽ നിത്യത വരെയുള്ള യാത്രക്കിടയിൽ വഴിയമ്പലത്തിൽ വിശ്രമിക്കുന്ന പാന്തനാണ് മനുഷ്യൻ. എവിടുന്നാ വന്നേ? നിത്യതയിൽ നിന്ന്. എങ്ങോട്ടാ പോകുന്നേ? നിത്യതയിലേക്ക്. അപ്പൊ ഈ രണ്ട് നിത്യതകളുടെ ഇടയിൽ മനുഷ്യൻ വഴിയമ്പലത്തിൽ വിശ്രമിക്കുന്നത് പോലെയാ. ഒരു പാന്തനാണ് മനുഷ്യൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും പരദേശികൾ എന്ന് വിളിക്കപ്പെടുന്നതിന്റെ കാരണം എന്താണ്. എല്ലാവരും ഈ മണ്ണിനെ വിട്ട് പോയേ പറ്റത്തുള്ളൂ. നിങ്ങൾ പണ്ടത്തെ ഒരു വിപ്ലവഗാനം കേട്ടിട്ടില്ലേ? മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. മരിക്കാൻ മനസ്സില്ലെങ്കിലും പോയേ പറ്റൂ. എല്ലാവരും പോകണം. പക്ഷെ സഭ പരദേശികൾ എന്ന് സംബോധന ചെയ്യപ്പെടും. അതിന് ഭയങ്കര അർത്ഥതലങ്ങളുണ്ട്. നന്നായിട്ട് കേട്ടോണം. അതിന് വിശാലമായ ചിന്തയ്ക്കകത്ത് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ആ വാക്കുണ്ടോ? നമ്മുടെ പൗരത്വം എവിടാ?
സ്വർഗത്തില. ഇപ്പൊ ഇന്ത്യൻ പൗരത്വം ഇല്ലേ? ഉണ്ട്. നമ്മള് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം തൊട്ട് പറഞ്ഞു തുടങ്ങിയതല്ലേ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഈ വാക്കുകളുണ്ടല്ലോ പലരുടെയും വൈകാരികതയ്ക്കകത്ത് ഇഴുകിച്ചേർന്ന് കിടക്കുക, അവരുടെ ജീവനുമായിട്ടങ്ങ് ചേർന്ന് കിടക്കുക. ഇനി അമേരിക്കയിലൊക്കെ സഞ്ചരിക്കുമ്പം 40 വർഷം അമേരിക്ക പാർത്തിട്ടും അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കാത്ത ആളുകളുണ്ട്. ഞാൻ അതിലൊരാളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് സിറ്റിസൺഷിപ്പ് എടുക്കാൻ? എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇവിടുത്തെ രാജ്യത്തിൻ്റെ ഓത്തെടുക്കാനായിട്ട് എനിക്ക് എന്തോ ഒരു വിഷമമുണ്ട്, അതുകൊണ്ടാണ്. ഇന്ത്യൻ പൗരനെന്നുള്ള ഒരു വൈകാരിക തലവാദം. പക്ഷേ ഇന്ത്യൻ പൗരത്വം മരണം കൊണ്ട് അവസാനിക്കും. നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളിൽ, അത് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, അങ്ങനെ ഏത് ടൈപ്പ് ഓഫീസുകളായാലും അവിടെ ഒരു ജനന രജിസ്റ്റർ ഉണ്ട്. ജനന രജിസ്റ്ററിൽ പേര് ചേരുമ്പോ നമ്മള് ആ രാജ്യത്തിന്റെ പൗരനാവും. അപ്പോൾ തന്നെ വേറൊരു രജിസ്റ്ററും കൂടെ ഉണ്ട്, അത് മരണ രജിസ്റ്ററാണ്. മരണ രജിസ്റ്ററിൽ പേര് വന്നാൽ പൗരത്വം തീർന്നു. ബർത്ത് സർട്ടിഫിക്കറ്റും ഉണ്ട്, ഡെത്ത് സർട്ടിഫിക്കറ്റും ഉണ്ട്. അപ്പൊ ഇവിടുത്തെ പൗരത്വം, ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പൗരൻ, ആ ആശയത്തിൽ ജനനം കൊണ്ട് ആരംഭിക്കുകയും മരണം കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്നു. പിന്നെ ആ രാജ്യത്തിന്റെ പൗരന്മാരാകുന്നത് കൊണ്ട് കുറെ ഗുണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ആക്സസ് ടു ദ പബ്ലിക് സർവീസ്, പൊതു സേവന രംഗങ്ങളുടെ ഒരു പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. അത് ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുഗതാഗതം, അതെല്ലാം ആ കൂട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ പൗരനാകുന്നത് കൊണ്ട് ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നുണ്ട്, നിയമപരമായ സംരക്ഷണം, വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാകുന്നുണ്ട്, സോഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നു, കൾച്ചറൽ ആൻഡ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. ആ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ അങ്ങനെയുള്ളവർക്ക് ഒരു അവകാശം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഒരു രാജ്യത്തിന്റെ പൗരത്വത്തിന്റെ സവിശേഷതയാണ്. പക്ഷെ മരണം കൊണ്ടെല്ലാം തീരും, ഇല്ലേ? മരണത്തിനപ്പുറത്ത് പൗരത്വത്തിന്റെ ഒരു ഗുണഗണങ്ങളും തുടരത്തില്ല. അവിടെയാണ് ഫിലിപ്പിയർ 3:20 പറയുന്നത്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ നമ്മൾ ആരാണ്? ഇവിടെ നമ്മൾ കേവലം പരദേശികളാണ്. ഇവിടുത്തെ പാർപ്പിടം ഏതാണ്? വഴിയമ്പല. മരണം കൊണ്ട് അവസാനിക്കുന്ന പൗരത്വമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ അറിയണം എൻ്റെ സഹോദരങ്ങളെ. അങ്ങനെയാണെങ്കിൽ സ്വർഗീയ പൗരത്വത്തിന്റെ വിശേഷത എന്താ? ആ വെളിച്ചത്തിലാണല്ലോ നമ്മളെ ഇവിടെ പരദേശികളെന്ന് വിളിക്കുന്നത്. സ്വർഗീയ പൗരത്വത്തിന്റെ വിശേഷത എന്താ? വലിയ വിശേഷതയാണ്. അത് വേണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ആ സ്വർഗീയ പൗരത്വത്തിന്റെ അനുഗ്രഹങ്ങളെ വിശദീകരിക്കാം. നിങ്ങൾ എഴുതുന്ന ആരെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. എഴുതുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒന്നാമത്തെ കാര്യം, ഫ്രീഡം ഫ്രം സിൻ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. രണ്ടാമത്തെ കാര്യം, ആക്സസ് ടു
ഡിവൈൻ റിസോഴ്സസ്. മൂന്നാമത്തെ കാര്യം ഡീപ്പ് എക്സ്പീരിയൻസ് ഓഫ് പീസ് ആൻഡ് ജോയ്. നാലാമത്തെ കാര്യം അത് സ്പിരിച്വൽ സെക്യൂരിറ്റിയാണ്. അഞ്ചാമത്തെ കാര്യം അത് ഡിവൈൻ പ്രൊട്ടക്ഷനാണ്. ആറാമത്തെ കാര്യം അത് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഏഴാമത്തെ കാര്യം എറ്റേണൽ ലൈഫാണ്. ഇനിയും എട്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ഓഫ് ഗോഡ്സ് കിങ്ഡം. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പൊ ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ പൗരത്വം ആരംഭിക്കുന്നത്? സ്വർഗീയ പൗരത്വം എങ്ങനെ ആരംഭിക്കുന്നു? ഇവിടുത്തെ പൗരത്വം ജനനം കൊണ്ടല്ലേ? അപ്പൊ സ്വർഗീയ പൗരത്വം എങ്ങനെ ആരംഭിക്കും? സെയിം ജനനമാണ്. ചോദ്യം, ഏത് ജനനം? നിക്കോദിമോസുമായിട്ടുള്ള സംഭാഷണം നോക്കിയാൽ മതി. യേശു നിക്കോദിമോസിനോട് പറഞ്ഞിട്ടുണ്ട്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയില്ല. പിന്നെ പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല. അപ്പൊ പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിക്കോദിമോസ് എന്ന് പറയുന്ന വന്യവയോധികൻ ചിന്തിച്ചത് അമ്മയുടെ ഉദരത്തിൽ കയറി ഒന്നുകൂടെ ജനിക്കുന്ന കാര്യമാണ്. യേശു പറഞ്ഞ അതല്ല, ജഡത്താൽ ജനിച്ചത് ജഡം. അമ്മയുടെ ഉദരത്തിൽ നിന്നുള്ള ജനനം ജഡമാണ്. ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. അപ്പൊ പുതുതായി ജനിക്കുക എന്ന് പറയുമ്പോൾ അത് ജഡം കൊണ്ടല്ല, ആത്മാവിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ സ്വർഗീയ പൗരത്വം വെളിപ്പെടാൻ തുടങ്ങുന്നത് ഇവിടുത്തെ പോലെ തന്നെ ജനന രജിസ്റ്ററിൽ പേര് ചേർക്കുന്നതോടുകൂടിയാണ്. ഏതാണ് സ്വർഗീയ പൗരത്വത്തിലേക്ക് എന്നെ കൊണ്ടുവരുന്ന സ്വർഗീയമായ ജനന രജിസ്റ്റർ? സംശയിക്കേണ്ട, അതിന്റെ പേരാണ് ജീവ പുസ്തകം. ഈ സ്വർഗത്തിൽ പേരെഴുതുന്ന പുസ്തകം, സത്യത്തിൽ ഈ പുസ്തകം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, സ്വർഗത്തിലെ പുസ്തകം, അത് ഒരു പുസ്തകം മാത്രമൊന്നുമല്ല, പല പുസ്തകങ്ങളുണ്ട് സ്വർഗത്തില്. നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ സ്മരണയുടെ പുസ്തകമെന്നും ഓർമ്മയുടെ പുസ്തകം, അതിലൊരു പുസ്തകമാണ് ജീവന്റെ പുസ്തകം. സ്വർഗത്തിൽ പല പുസ്തകങ്ങളുണ്ട്. അതിൽ ഈ സ്വർഗീയ പൗരത്വത്തിലേക്ക് പ്രവേശിച്ചവരുടെ പേരെഴുതി വെക്കുന്ന പുസ്തകം, അതാണ് ജീവപുസ്തകം എന്ന് പറയുന്നത്. ഈ വെളിപ്പാടുണ്ടല്ലോ, ഇത് മോശയുടെ കാലഘട്ടം തൊട്ട് തുടങ്ങിയതാണ്. നിങ്ങൾ പുറപ്പാട് പുസ്തകം 32-ാമത്തെ വാക്യം നോക്കി. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണേ. അപ്പൊ മോശയ്ക്ക് അറിയായിരുന്നു സ്വർഗത്തിൽ പേരെഴുതുന്ന ഒരു പുസ്തകം ഉണ്ട്. സങ്കീർത്തനം 69:28 ദാവീദ് ആ പുസ്തകത്തിന്റെ പേര് പറഞ്ഞു, ജീവന്റെ പുസ്തകം. ആ വാക്ക് ശ്രദ്ധിച്ചേ, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ. സ്വർഗത്തിൽ പേരെഴുതുന്ന ഒരു പുസ്തകമുണ്ട്. ആമേൻ. അത് ദാനിയേലിന് അറിയാമായിരുന്നു. ദാനിയേൽ പ്രവചനം 12-ാമത്തെ വാക്യം നോക്കാം. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖയേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ
എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. അപ്പൊ മോശ തൊട്ട് ദാവീദ് തൊട്ട് ദാനിയേൽ വരെ മാറി മാറി വന്ന കാലഘട്ടങ്ങളിൽ അവർക്കറിയാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പേരെഴുതുന്ന ഒരു പുസ്തകം സ്വർഗത്തിൽ ഉണ്ട്. ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വന്നപ്പം ആ ഒരു ചിന്തയ്ക്ക് വളരെ പ്രാധാന്യതയുണ്ടായി. ആമേൻ. ഞാനത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചോ. വിശേഷിച്ച് ഈ ജീവപുസ്തകം എന്ന വാക്ക് ഏറ്റവും അധികം രേഖപ്പെടുത്തിയിട്ടുള്ളത് വെളിപ്പാട് പുസ്തകത്തിലാണ്. നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നേ. 13-8 വാക്യം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂഭാസികൾ ഒക്കെയും അവനെ നമസ്കരിക്കും. കണ്ടോ, ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത. നിങ്ങൾ 20-15 വാക്യം നോക്കി. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവൻ തീപ്പൊയ്യിൽ തള്ളിയിടും. 21-27 വാക്യം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. അപ്പൊ ആവർത്തിച്ച് പറയും, ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിന്റെ പേര് ജീവപുസ്തകം എന്ന്. ഇന്ന് സന്ധ്യയിൽ നിങ്ങൾ ഈ വചനം നന്നായിട്ട് കേട്ടോണം. എൻ്റെയും നിങ്ങളുടെ പേരെഴുതുന്ന ഒരു പുസ്തകമുണ്ട് സ്വർഗത്തിൽ. ജീവപുസ്തകം എന്നാണ് അതിൻ്റെ പേര്. രാമൻ പറഞ്ഞു. അപ്പൊ വീണ്ടും ജനിക്കുമ്പോ ഇവിടുത്തെ പഞ്ചായത്തിന്റെ ജനന രജിസ്റ്റർ എന്നതുപോലെ സ്വർഗത്തിലെ രജിസ്റ്ററിനകത്ത് പേരെഴുതുക. അപ്പൊ ആരെങ്കിലും ചോദിക്കുക, എന്റെ പേര് അറിയില്ലല്ലോ. നിങ്ങളുടെ പേര് അറിയണ്ട, ദൈവത്തിന് അറിയാം. നിങ്ങളുടെ പേരും അറിയാം, നിങ്ങളുടെ അപ്പന്റെ പേരും അറിയാം, അപ്പന്റെ പേരും അറിയാം, നിങ്ങളുടെ പിൻകോഡും അറിയാം, നിങ്ങളുടെ വില്ലേജും അറിയാം, നിങ്ങളുടെ ദണ്ടപ്പേര് നമ്പരും അറിയാം. എന്ന് വേണ്ട, നിങ്ങളെ മൊത്തത്തിൽ അറിയാം. സ്തോത്രം. സകലവും നഗ്നവും മലർന്നതും ദൈവത്തിന് എല്ലാം അറിയാം. പേരവിടെ എഴുതും. ചില ആളുകളുടെ ഒരു ചിന്ത എന്നറിയാമോ, ഒരിക്കൽ പേരെഴുതിയാൽ എഴുതിയതാണെന്നുള്ളതാണ്, ഇനി മായ്ക്കത്തില്ല. അങ്ങനെ അല്ല പ്രിയനെ, നന്നായിട്ട് കേൾക്കണേ. ഒരിക്കൽ പേരെഴുതിയാൽ പിന്നെ വായിക്കത്തില്ലെന്നല്ല. ഞാൻ പുസ്തകം വായിച്ചപ്പം മര്യാദയ്ക്ക് ജീവിക്കാത്തവന്റെ എല്ലാം പേര് വായിക്കും. എന്നോട് പിണങ്ങല്ല, നാളെ ഞാൻ ഉണ്ട് കേട്ടോ. പിണങ്ങിയിട്ട് കയറാതിരിക്കരുത്. ഈ പുള്ളി എന്ന് വിളിച്ചാൽ ഇതുപോലുള്ള എന്തെങ്കിലും കാര്യമേ പറയത്തുള്ളൂ. വേറെ ആരാ പ്രിയരെ ഇങ്ങനെ പറയുന്നത്? സത്യത്തിൽ എല്ലാ ടൈപ്പ് ശുശ്രൂഷയും വേണം. ശുശ്രൂഷയ്ക്ക് വൈവിധ്യങ്ങളുണ്ട്. നമ്മുടെ ഇടയിൽ വിടുതൽ പ്രസംഗിക്കുന്ന ദേവദാസന്മാരുണ്ട്, അവരാവശ്യമാണ്. ഞങ്ങളെപ്പോലെയുള്ളവരും വേണം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് സത്യത്തിൽ സഭയാകുന്നത്. ഇപ്പൊ നമ്മള് പണ്ട് കാലഘട്ടത്തിലൊക്കെ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, 3-4 കുപ്പിക്കകത്ത് പല കളറിലെ മരുന്നിരിപ്പുണ്ടായിരിക്കും. ശരിയില്ലയോ? കണ്ടിട്ടുണ്ടോ അങ്ങനെ? അവരെന്ത് ചെയ്യും, അതെടുത്തൊന്ന് കുലുക്കിയിട്ട് ഒരു കുപ്പിയിൽ നിന്ന് അടുത്ത കുപ്പിയിലോട്ട് ഒഴിക്കും, മറ്റേ കുപ്പിയിൽ നിന്ന് ഇതിനകത്തോട്ട് ഒഴിക്കും. എന്നിട്ട് നമ്മളോട് പറയും കൊണ്ടേ കുടിച്ചോളാൻ പറയും. നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ട്. പണ്ട് കാലഘട്ടത്തിലേക്ക് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ സംഗതി മാറിയെന്ന്. ഇപ്പൊ സംഗതി മാറി. ന്യൂറോക്കാരൻ ഓർത്തോക്കാരനെ കാണത്തില്ല. ഓർത്തോക്കാരൻ
ശരിക്കും ഗ്യാസ്ട്രോക്കാരനെ കാണത്തില്ല. ശരിയല്ലേ? ഡോക്ടർ സജീദ് തോമസ്, ഞാൻ ഈ പേര് പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നേഴ്സും അല്ല, പണ്ട് പ്രവാചകൻ പറഞ്ഞ പോലെ ഞാൻ പ്രവാചകനും അല്ല, പ്രവാചക ശിഷ്യനും അല്ല എന്ന് പറയുന്ന പോലെ. ഞാൻ നേഴ്സും അല്ല, ഞാൻ ഡോക്ടറും അല്ല, ഞാൻ കമ്പൗണ്ടർ പോലും അല്ല. അതുകൊണ്ട് ഇതൊക്കെ കേട്ടുള്ള പരിചയമൊന്നുമല്ലാതെ എനിക്കറിയില്ല. അപ്പോൾ ഞാനങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ല. ഈ ഓഫ്താൽമോളജിക്കാരൻ കാണേണ്ട പേഷ്യൻറ്റിന് ന്യൂറോ കണ്ടിട്ട് ഒരു കാര്യമില്ല. ചിലപ്പോൾ ചില പേഷ്യൻസിനെ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് പരിശോധിക്കുമായിരിക്കും, അത് പല കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് എല്ലാ ടൈപ്പ് ഡോക്ടേഴ്സും വേണം, ENT വേണം, ഡെന്റിസ്റ്റും വേണം അല്ലേ, ന്യൂറോയും വേണം അല്ലേ, ഇങ്ങനെ എല്ലാ ടൈപ്പ് ഡോക്ടേഴ്സും വേണം. അപ്പോഴാണ് ഒരു ഹോസ്പിറ്റലാകുന്നത്. ഞാൻ പറഞ്ഞ അതുകൊണ്ട് എല്ലാ ടൈപ്പ് ശുശ്രൂഷകരും വേണം സഭയ്ക്കകത്ത്. എന്നെപ്പോലെയുള്ളവരും വേണം, വലിയ വിടുതൽ പറയുന്നവരും വേണം, എല്ലാവരും വേണം, എന്നാലേ ശരിയാവും. ഇത് വൈവിധ്യമായ ഒരു ലെവലിൽ പോകത്തുള്ളൂ. അപ്പൊ നിങ്ങള് വെളിപ്പാട് പുസ്തകം 3-5 വാക്യം അടിവരയിട്ട് ശ്രദ്ധിച്ചേ. ഒരിക്കൽ പേരെഴുതിയാൽ എന്നേക്കും പേരെഴുതിയതല്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരിക്കൽ പേരെഴുതിയാൽ അത് സൂക്ഷിക്കാനുള്ള ബാധ്യസ്ഥത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ ആ വാക്യം നോക്കി, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റുപറയും. എനിക്കവിടെ ഇഷ്ടപ്പെട്ട ചില പ്രയോഗങ്ങളുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. യോഗ്യന്മാരെന്ത് ചെയ്യും? വെള്ള ധരിക്കും. ചില ആളുകൾക്ക് വെള്ളയോട് ഭയങ്കര അലർജിയാണ്. അങ്ങനെയുള്ളവര് സ്വർഗത്തിൽ ചെന്നാൽ ഭയങ്കരമായിട്ട് വിഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. കാരണം സ്വർഗത്തിൽ വെള്ളയുള്ളു. നിങ്ങൾ വെളിപ്പാട് പുസ്തകം നന്നായിട്ട് വായിച്ചാൽ മതി, അവിടെയെല്ലാം വെള്ള നിലയങ്കി ധരിച്ചവരെയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും 7-ാം അധ്യായത്തിലൊക്കെ വെള്ള നിലയങ്കി ധരിച്ച എണ്ണിക്കൂടാത്ത പുരുഷാരത്തെ നമ്മൾ കാണുന്നുണ്ട്. എണ്ണിക്കൂടാത്ത പുരുഷാരം. സ്തോത്രം. അപ്പൊ അവരാരാ? വെള്ള നിലയങ്കി ധരിച്ചവരാ. ഹല്ലേലൂയ. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നോക്കാം. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം. ബാക്കി നിങ്ങൾ വായിരേ. എന്താ ചെയ്യുന്നത്? വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് ധരിപ്പാൻ കൊടുക്കും. ഷായിച്ചാൻ എന്ത് ചർച്ചിലിരിക്കുകയായിരിക്കും. എനിക്കറിയാവുന്ന പേരങ്ങ് പറയാം. ഷായിച്ചാന്റെ സൈസ് അല്ലല്ലോ സണ്ണിച്ചാന്റെ സൈസ്. ഷായിച്ചാന്റെ ഷർട്ടിന്റെ സൈസും സണ്ണിച്ചാന്റെ ഷർട്ടിന്റെ സൈസും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ അനുമാനിക്കുക. ചിലപ്പോൾ ഒരാളുടെ 42 മറ്റൊരാളുടെ 44 ആയിരിക്കും. ഞാനത് പറയുന്നത് എന്തെന്ന് അറിയോ? ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിപ്പാൻ കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിപ്പാൻ കൊടുക്കും. അപ്പൊ സ്വർഗത്തിൽ വെള്ള വസ്ത്രം നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുക എന്ന് ചിന്തിച്ചാൽ പോലും തെറ്റില്ല. അതായത് സൈസിനനുസരിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കേട്ടെന്ന് ഞാൻ കരുതുന്നത്. ഓരോരുത്തരുടെയും സൈസിന് 6.25 അടി നീളമുള്ള അച്ചായന് 4.25 അടി നീളമുള്ള അച്ചായൻ്റെ ഷർട്ട് ചേരില്ല. അപ്പൊ കർത്താവ് ഈ വെള്ളയുടുപ്പ് കൊടുക്കുമ്പോൾ കൃത്യം അളവിനായിരിക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ ശൗലിന്റെ പടച്ചട്ട ദാവീദ് ധരിച്ചതുപോലെ ഞാൻ സ്വർഗത്തിൽ അത് കൊടുക്കുമെന്ന് പറയാൻ വേണ്ടി ഈ വാക്യം പറഞ്ഞതാ. നമ്മൾ വെളിപ്പാട് 3:5 അത് വായിച്ചല്ലോ. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും, ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിക്കും. അപ്പം സ്വർഗം തരുന്ന ഒരു കാര്യമാണ് സ്തോത്രം. ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ,
ഇവിടെ ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. അപ്പൊ ഒരിക്കൽ ഞാൻ വീണ്ടും ജനിച്ചപ്പോ എന്റെ പേര് സ്വർഗത്തിൽ എഴുതി എന്നുള്ളത് കൊണ്ട് ഞാൻ 100% സേഫ് ആണെന്നല്ല. ഞാൻ ജയിച്ചുകൊണ്ടേയിരിക്കണം. കേട്ടെങ്കിൽ ഒരാമയം പറ. എന്ത് ചെയ്യണം? ജയിച്ചുകൊണ്ടേയിരിക്കണം. ജയിക്കുന്നവന്റെ പേരെന്ത് ചെയ്യും? ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയത്തില്ല. അങ്ങനല്ലേ വാക്യം? തെറ്റിയോ? എനിക്ക് തെറ്റിയോ? തെറ്റിയില്ലെന്ന് എൻ്റെ ധാരണ. ആരാ പ്രൊജക്ട് ചെയ്യുന്നത്? ഒന്ന് പ്രൊജക്ട് ചെയ്ത്. എല്ലാവരും കൂടെ ഒന്ന് വായിച്ചേ. വായിക്കേ. അവർ യോഗ്യന്മാരാകിയാൽ വെള്ളം ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേര്. നിങ്ങൾ അവന്റെ പേര് സ്ക്രീനിൽ നോക്കി വായിക്കുന്നവർക്ക് ബൈബിള് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ബൈബിള് വരയ്ക്കാൻ പറ്റുന്നവരുണ്ടെ വരച്ചു. അവിടെ നോക്കി, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേർ. ആരുടെ പേര്? ജയിക്കുന്നവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. ജയിക്കുന്നവന്റെ പേര് മായ്ക്കത്തില്ല. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്നാ? തോറ്റവന്റെ പേര് മായ്ക്കുമെന്നല്ലേ? കിട്ടിയോ? എന്റെ പ്രിയരെ, ഞാൻ പറഞ്ഞത് നമുക്ക് സ്വർഗീയ പൗരത്വം കിട്ടി. ഓക്കെ, ആ സ്വർഗീയ പൗരത്വത്തിൽ നിലനിൽക്കാനുള്ള ബാധ്യസ്ഥത നമുക്കുണ്ട്. നമ്മുടെ ആ ഹെവൻലി സിറ്റിസൺഷിപ്പിന്റെ ആ ഒരു ഉറപ്പ് എന്നാന്ന് ചോദിച്ചാൽ എന്റെ പേരവിടെ ഉണ്ടെന്നുള്ളതാ. സോദരം, പേരില്ലെങ്കിൽ പൗരത്വം പോയി എന്നതിന്റെ അർത്ഥം. ഇവിടെ പറയുന്നു, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയത്തില്ല. ആരെങ്കിലും ചോദിക്കുകയും, മായ്ച്ചു കളയുന്നു എന്ന് പറയുന്ന പരിപാടി പാസ്റ്ററെ അത് ഇവിടെ മാത്രമേ ഉള്ളൂ? അല്ലല്ല, മായ്ച്ചു കളയുക എന്ന് പറയുന്ന പരിപാടി ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ വാക്യമാണ്, എന്നാലും ഒന്നുകൂടെ പറയുക. പുറപ്പാട് 32:32 മോശ പറഞ്ഞില്ലേ, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണേ. അപ്പൊ മോശയ്ക്കറിയായിരുന്നു പേരെഴുതുന്നുണ്ടെന്നും അത് മായ്ക്കാൻ പറ്റുന്നതാണെന്നും. സങ്കീർത്തനം 69:28 നോക്കിക്കേ. അത് ദാവീദിന്റെ പ്രാർത്ഥനയെ, ജീവപുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരോട് കൂടെ അവരെ എഴുതരുതേ. അപ്പൊ പുസ്തകത്തിൽ പേരുള്ളവർ നീതിമാന്മാരാണ്. അവരെ മായ്ച്ചു കളയണമേ എന്ന് പറയുമ്പോൾ മായ്ക്കാൻ പറ്റുന്ന ഒന്നാണത്. ദൈവം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം. പുറപ്പാട് പുസ്തകം 32-ാം 33-ാമത്തെ വാക്യം വായിക്കുമ്പോ യഹോവ മോശയോട് പറയുന്നു, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. എന്റെ പുസ്തകം. നിങ്ങളെ വാക്യം നന്നായിട്ട് ശ്രദ്ധിച്ചു. ആരുടെ പുസ്തകം? എന്റെ പുസ്തകം. എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. അപ്പൊ ദൈവത്തോട് പാപം ചെയ്താൽ പുസ്തകത്തിൽ പേരുണ്ടാവില്ല. പേരവിടുന്ന് എന്ത് ചെയ്യും? മായ്ച്ചു കളയും. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരാമയും പറഞ്ഞേ. എല്ലാവരും കൂടെ ചേർന്ന്. എനിക്കറിയാം ഇതൊരു റിവൈവൽ സെഷൻ ഒന്നുമല്ല, പക്ഷെ ചിലരെ തിരിച്ചു പിടിച്ച് ചലിപ്പിക്കുന്ന നിയോഗത്തിന്റെ ദൈവശബ്ദമായി. എന്റെ സഹോദരങ്ങളെ, കൊട്ടിപ്പാടി പോകുന്നതിനകത്ത് നമ്മൾ വളരെ സൂക്ഷ്മത പുലർത്തണം. കൈയടിച്ചങ്ങ് പോകുക, പാടിപ്പോകുക, പ്രാർത്ഥിച്ചങ്ങ് പോകുക, അങ്ങനല്ല. ജയിക്കണം, ജയിക്കണം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് വായിക്കുന്നു. ആമേൻ. അപ്പൊ ജയിച്ചേ പറ്റൂ. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞേ. അങ്ങനെ
എന്നാ ജയിച്ചേ പറ്റൂ. ഒന്നിച്ചൊന്ന് പറഞ്ഞ്, ജയിച്ചേ പറ്റൂ. തോറ്റുപോയാലോ? തോറ്റുപോയാലോ? ജീവപുസ്തകത്തിൽ പേര് കാണില്ല. ഞാനത് പറയുമ്പം ഒരു പഴയ പാട്ട് എൻ്റെ മനസ്സിലുണ്ട്. ഞാനത് പാടുന്നില്ല, വേണേ പറയാം. എനിക്കൊന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് പാടുന്നതായിരിക്കും. കാരണം ആ പാട്ട് പറഞ്ഞു വരാൻ വലിയ പാടാ. നിങ്ങൾ കേട്ടിട്ടില്ലേ? യേശുവേ നീ സ്വർഗത്തിൽ എൻ്റെ നാമം എഴുതി ആരുമേടു കാത്ത ഈ ഭാഗ്യവൻ സന്തോഷം ആരുമേടു കാത്ത ഈ ഭാഗ്യമൻ സന്തോഷം. ഒന്നൂടെ. യേശുവേ നീ സ്വർഗത്തിൽ എൻ്റെ നാമം എഴുതി ആരുമേടു കാത്ത ഈ ഭാഗ്യമൻ സന്തോഷം. അതിൻ്റെ അനുപല്ലവിക്കകത്ത് എൻ പേര് മായിക്കുവാൻ പിശാചനാൽ അസാധ്യം എന്നൊക്കെ പാടുന്നുണ്ട്. എൻ്റെ പ്രിയരെ, നമ്മൾ തോറ്റുപോയാൽ ഈ വാക്യം പറയുന്നു, പേര് മായിക്കും. ആമേൻ. പേര് മായിക്കും. ഇനി കൂടുതൽ ആ കാര്യം തെളിയിക്കാൻ വാക്യം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. 4 വാക്യം ഞാൻ പറഞ്ഞു. വെളിപ്പാട് 3:5, പുറപ്പാട് 32:33, പുറപ്പാട് 32:32, സങ്കീർത്തനം 69:28. മായിക്കുമെന്ന് പറയുന്ന 4 കാര്യങ്ങൾ, 4 വാക്യങ്ങൾ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ പേരെഴുതിയെങ്കിൽ എഴുതിയതിനെ കീപ്പ് ചെയ്യണം. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. പേര് കീപ്പ് ചെയ്തോണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഉറപ്പുണ്ടോ എന്നുള്ളതാ. പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുണ്ടോ? ആ കാര്യം ഒന്ന് ഉയർത്തി പിടിച്ചോ, ഉറപ്പുണ്ടെങ്കിൽ. ഉറപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണം. ഉറപ്പുണ്ടെങ്കിൽ ആ കാര്യം ഉയർത്തിപ്പിടി. കർത്താവേ, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതിയതിന് സ്തോത്രം. ആമേൻ. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയത് സന്തോഷം. മായ്ക്കാൻ ഇടവരല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗീയ പൗരത്വം പേര് മായ്ക്കുന്നതോടുകൂടി അവസാനിക്കുക. ഞാൻ പറയും, ഇന്ത്യൻ പൗരത്വം ഏത് ക്രിമിനൽ ഒഫൻസിൽ ഇടപെട്ടാലും അവസാനിക്കത്തില്ല. മരണം കൊണ്ടേ തീരുത്തും. പക്ഷെ സ്വർഗീയ പൗരത്വം അങ്ങനെയല്ല. തോറ്റുപോയാൽ പൗരത്വം കാണില്ല. എന്തിനാ പാസ്റ്റർ ഇത് സൂക്ഷിക്കുന്നത്? നമ്മൾ ഇവിടെ പരദേശികളാണ്. ആട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം ഏതാ? നമ്മുടെ പൗരത്വമുള്ള രാജ്യം. ഇബ്രാഹിം 11:10 പറയുന്നു, ദൈവം ശില്പിയായി നിർമ്മിച്ചത്. ഞാൻ വീണ്ടും പറയാം. എന്താണ്? ദൈവം ശില്പിയായി നിർമ്മിച്ചത്, അടിസ്ഥാനമുള്ളത്. എനിക്ക് KJVക്കകത്ത് ആ വാക്ക് എഴുതിയിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ അനുഗ്രഹമായി തോന്നിയത് മറ്റൊരു പരിഭാഷയിലാണ്.
Abraham was waiting for the city which God has designed and built, the city with permanent foundations. കണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ ആ വാക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച്. Abraham was waiting for the city which God has designed and built, the city with permanent foundation. അത് നിങ്ങൾ നോട്ട് ചെയ്തോണേ. The city which God has designed and built. ദൈവം ഡിസൈൻ ചെയ്തത്, ദൈവം ബിൽഡ് ചെയ്തത്. ഞാൻ അമേരിക്കയിൽ ന്യൂയോർക്ക് പട്ടണത്തിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ ഈ ന്യൂയോർക്ക് പട്ടണത്തിൽ മൻഹാട്ടൻ പോയിട്ടുള്ള സമയങ്ങളിൽ വേൾഡ് ട്രേഡ് സെന്റർ നിന്ന സ്ഥലത്ത് കൂടെ പോകാറുണ്ട്. ആ വേൾഡ് ട്രേഡ് സെന്റർ നിന്ന ഇടം ഇപ്പോൾ ഗ്രൗണ്ട് സീറോ എന്നാ പറയുന്നത്. ഒരു ഡിസൈനർ മനോഹരമായി ഡിസൈൻ ചെയ്ത, പക്ഷെ തകർത്ത് കളഞ്ഞു. അപ്പൊ അവിടെ ഗ്രൗണ്ട് സീറോയാ. എന്നാൽ ഈ സിറ്റി ഇത് തകർക്കാൻ പറ്റുന്നതല്ല. ആരാ ഇതിന്റെ ഡിസൈനർ? ദൈവമാണ്. ആരാണ് ഇത് ബിൽഡ് ചെയ്തത്? ദൈവമാണ്. The city with permanent foundations. പണ്ട് ഈ കൺവെൻഷന് പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. അലകടലും കുളിരലയും മലർനിരയും നാഥനെ വാഴ്ത്തുന്നു. അറിയത്തില്ലേ പാട്ട്? കുളിർ ചന്ദ്രികയും താരാപദങ്ങളും നാഥന്റെ നന്മകൾ വാഴ്ത്തുന്നു. ഈ അലകടലും കുളിരലയും മലർനിരയും ഒക്കെ എങ്ങനെയാ ദൈവം ഉണ്ടാക്കിയത്? ഉണ്ടാകട്ടെ. ഒറ്റ വാക്കാ, ഉണ്ടാകട്ടെ. ആ ഒറ്റ വാക്കിനകത്തുണ്ടായി. എൻ്റെ യാത്രകളിൽ ഞാൻ എത്രയോ സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളെ കണ്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ യാത്രകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, കാണാൻ ഭംഗിയുള്ളതെന്ന് എനിക്ക് തോന്നിയ സ്ഥലം നോർത്തേൺ അയർലൻഡാ, ബെൽഫാസ്റ്റ് ഏരിയ. സ്തോത്രം. OET ഒക്കെ എഴുതി UK പോകാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ടെങ്കിൽ ബെൽഫാസ്റ്റിലോട്ട് വിട്ടോണം. നല്ല പ്രകൃതി രമണീയതയാണ് കാഴ്ചയ്ക്ക്. ചെറിയൊരു മഞ്ഞും നല്ല പച്ചപ്പും, അതിനിടയിൽ പല വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങളും. എങ്ങനെ ഉണ്ടാക്കിയത്? ഉണ്ടാകട്ടെ എന്ന ഒറ്റ ഉച്ചാരണം കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ നമ്മുടെ പൗരത്വമുള്ള ഈ രാജ്യം ഉണ്ടല്ലോ, ദൈവം അങ്ങനെ ഉണ്ടാക്കിയതല്ല. അതാ നമ്മൾ വായിച്ചത്, the city which God has designed and built. ദൈവം ഡിസൈൻ ചെയ്തു, ദൈവം ബിൽഡ് ചെയ്തു. അവിടെ ഒരു ചോദ്യമുണ്ട്, ബിൽഡ് ചെയ്ത് കഴിഞ്ഞോ പാസ്റ്ററെ? ഉത്തരം, ബിൽഡ് ചെയ്ത് കഴിഞ്ഞില്ല, ബിൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ യേശു ഒലിവുമലയിൽ പാദം ചവിട്ടുമ്പം അവിടെ ചെമ്മരിയാടുകളോട് പറയുന്നുണ്ടല്ലേ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതിനെ അവകാശമാക്കുക. ലോകസ്ഥാപനം മുതൽ ഒരുക്കപ്പെട്ടതാ. ആമേൻ. ഭയങ്കരമായിരിക്കുവേ. ഈ രാജ്യത്തെ എബ്രായ ലേഖനത്തിൽ വിളിച്ചിരിക്കുന്ന ഒരു പേരുണ്ട്, അധികം നല്ലത് സ്വർഗീയമായത്. ആമേൻ. അധികം നല്ലത് സ്വർഗീയമായത്. നിങ്ങൾ ശരിക്കും ആ സ്വർഗീയ രാജ്യത്തെ, നമ്മുടെ പൗരത്വമുള്ള രാജ്യത്തെ ഒന്ന് കാണാനായിട്ട് ഒന്ന് മനസ്സൊന്ന് ഏകാഗ്രമാക്കണം. നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം കാണുമ്പോഴാണ് നമ്മുടെ ആ രാജ്യത്തിൻ്റെ വിശേഷത മൊത്തം കാണുന്നത് കേട്ടോ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 10-ാമത്തെ വാക്യം നോക്കി. അവൻ എന്നെ ആത്മവിശുദ്ധതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവതേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. യോഹന്നാനെ കർത്താവ് ആത്മവിശുദ്ധതയിൽ ഇപ്പൊ കൊണ്ടുപോയിരിക്കുക. ഇപ്പൊ യോഹന്നാന്റെ മുൻപിൽ യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ തേജസ്സുള്ളതായി ഇറങ്ങി വരിക. അപ്പൊ അതിങ്ങോട്ട് ഇറങ്ങി വരിക. യോഹന്നാൻ ആ രാജ്യത്തെ കാണുന്ന കാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചു. അതിൻ്റെ ജ്യോതിസ്,
ആ രാജ്യത്തിൻ്റെ വെളിച്ചം ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ. സ്ഫടിക സ്വച്ഛത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ട്രാൻസ്പെറൻറ്റ് ഗോൾഡ്, സ്ഫടികം എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ട്രാൻസ്പെറൻ്റ്. ആ സ്ഫടിക സ്വച്ഛതയുള്ള എന്നവിടെ വായിക്കുന്നുണ്ട്. സ്ഫടിക സ്വച്ഛതയുള്ള, തേജസ്സുള്ള. അപ്പൊ എന്തുവായിരിക്കും അതിൻ്റെ പ്രഭ? 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, സമചതുരമായി കിടക്കുന്ന ഈ നഗരത്തിന്റെ മതില്, ആ മതിലിന്റെ പണി സൂര്യകാന്തമായിരുന്നു എന്ന് വായിക്കുന്നുണ്ട് 18-ാമത്തെ വാക്യം. എന്നിട്ട് ആ നഗരത്തിന്റെ അടിസ്ഥാന സകല രത്നം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. ഏതൊക്കെ രത്നം? സൂര്യകാന്തം, നീലരത്നം, മാണിക്യം, മരതകം, നഖവർണി, ചുവപ്പ് കല്ല്, പീതരത്നം, ഗോമേധകം, പുഷ്യരാഗം, വൈഡൂര്യം, പത്മരാഗം. അയ്യോ, എന്തുമായിരിക്കും അത്? മതിലിന്റെ അടിസ്ഥാനമാണ്. 21-ാമത്തെ വാക്യം നോക്കി, അതിന് 12 ഗോപുരം ഉണ്ടെന്ന് വായിക്കുന്നു. ആമേൻ. നമ്മൾ പാടത്തില്ലേ, മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരങ്ങൾ. ഒന്ന് പാടാമോ അത്? ആ 2-3 ലൈനുകൾ. മുത്തിനാൽ നിർമ്മിതമായി ഉള്ള 12 ഗോപുരങ്ങൾ അല്ലേ? വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ. ശുദ്ധർ സ്തുതിക്കും വീട് എന്ന പാട്ടാ. അതില് നിങ്ങൾ ആ ലിറിക്സ് എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണേ. അതിലെ ചില വരികൾ ഭയങ്കര ഗംഭീരമാണ്. ചില വരികൾ അത് പാടി നിൽക്കാൻ എനിക്ക് നേരമില്ല. നിങ്ങൾ 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. അന്ധതയില്ല നാടേ, ദൈവ തേജസ്സാൽ മിന്നും വീടേ. ആ വീട്ടിൽ അന്ധതയില്ല, കഷ്ടതയില്ല നാട്. 4-ാമത്തെ അനുപല്ലവിയ. ദൈവഭക്തരിൻ വിശ്രമമേ, പുകഴ്പ്പെരുകും പുത്തൻ യെരൂശലേമേ, തിരുമാർബിൽ എന്നു ഞാൻ ചാരിയിടുമോ. ആമേൻ. എന്താണ് ഈ സാധനം? നമ്മുടെ പൗരത്വം എവിടെ? ഈ രാജ്യത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് പറയുന്നത്, ഇവിടെ നമ്മൾ പരദേശികളാണ്. ഇവിടെ നമ്മൾ ആരാണ്? പരദേശികളാണ്. ഫാസ്റ്റിംഗ് പ്രയറിന്റെ ഈ പ്രത്യേക സന്ധിയിൽ നിങ്ങൾ അറിയണം, ഇവിടെ നമ്മൾ പരദേശികളാണ്. നിങ്ങൾക്ക് ദോഹയിൽ ഏറ്റവും ബെസ്റ്റ് ജോബ് കാണും. നിങ്ങൾക്ക് അവിടുത്തെ റിയാല് കാണും കയ്യിൽ, അത് കോടിക്കണക്കിനുണ്ടായിരിക്കും. അത് നിങ്ങള് സ്വർഗലോകമാണെന്നും പറഞ്ഞിരിക്കരുത് കേട്ടോ. ഒരിക്കൽ ഇതെല്ലാം നമ്മൾ വിട്ടിട്ട് പോകേണ്ടി വരും. മേരി ജോൺ തോട്ടം പറഞ്ഞില്ല, ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും വിട്ടു നാം തിരിക്കണം, വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ. ഒരിക്കൽ വിട്ടിട്ട് പോകണം. ഞാനിത് പറയുമ്പം എൻ്റെ മനസ്സില് ഈ ഓർത്തഡോക്സ് സമൂഹം പാടുന്ന ഒരു പാട്ട് പെട്ടെന്ന് വരുന്നുണ്ട്. നിങ്ങളിൽ ചിലർക്ക് അറിയാമായിരിക്കും. ഞാനിത് പാടുന്നത് എത്രത്തോളം കൃത്യമാണെന്ന് എനിക്കറിയത്തില്ല. 4-ാം തലമുറ പെന്തക്കോസുകാരന് കേട്ടുള്ള പരിചയത്തിൽ പാടുക. കേട്ടിട്ടില്ലേ? മരണത്തിൻ ദൂതൻ
അരികെ വന്നപ്പോൾ, അറിയത്തില്ലേ പാട്ട്? ചുറ്റും പാർത്തേൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും. മരണത്തിന്റെ ദൂതൻ അരികെ വന്നു, ചുറ്റും പാർത്തേൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഖത്തറിലെ ഏറ്റവും ബെസ്റ്റ് ഫ്ലാറ്റിൽ പാർത്താലും, ഏറ്റവും വിലയേറിയ ഖത്തറിലുള്ളതിൽ വെച്ച് മികച്ച കാറുകളിൽ പാർത്താലും, ഇന്ത്യയിൽ ഇറ്റാലിയൻ മാർബിളും പിന്നെ ഗോൾഡൻ സ്റ്റെയിനുള്ള വെർട്ടിഫൈഡ് ടൈലുകളുമൊക്കെ പതിപ്പിച്ച് ഇമ്പോർട്ട് ചെയ്ത കർട്ടനുകൾ തൂക്കി, സുന്ദരമായ സോഫ സെറ്റുകൾ ഒരുക്കി, ഇന്റീരിയറുകൾ ഒരുക്കി. ഹല്ലേലൂയ. ബോബസും യാഖീനും പോലെ ശലോമോന്റെ ദേവാലയത്തിലെ 2 സ്തോത്ര തൂണുകളായിരുന്നു. അതുപോലെ സുന്ദരമായ കമാനങ്ങളൊക്കെയുള്ള വിലയേറിയ ഭവനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയാലും ഒരു ദിവസം നമ്മൾ ഇവിടം വിട്ടിട്ട് പോകേണ്ടി വരും. ഇതല്ല നമ്മുടെ നാട്. നമ്മളിവിടെ പരദേശികളാ. കേരളത്തിലെ ഏറ്റവും വലിയ വീട് ആരുടേതായിരുന്നെന്നറിയാമോ? വയനാട് ജോയിയുടേതാണ്. 46,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട്. കോവിഡ് കാലഘട്ടത്തിൽ ജോയി മരിച്ചു. ജോയിയുടെ ശരീരം വയനാട്ടിൽ 46,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടിനകത്ത് നിന്ന് കൊണ്ടുപോകുമ്പോൾ PPE കിറ്റ് ധരിച്ച 4 സന്നദ്ധ പ്രവർത്തകരും ഒരു ആംബുലൻസ് ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ പാടത്തില്ല, നഗ്നനായി ഞാൻ ഈ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകും. ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എൻ്റെ കൂടെ അങ്ങ് പോരുവാൻ. നഗ്നരായിട്ടാണ് ഇങ്ങോട്ട് വന്ന് തിരിച്ചു പോകാൻ പോകുന്നത്, നഗ്നരായിട്ടാണ് കേട്ടോ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നമ്മൾ ഇവിടെ പരദേശികളാ. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. നിങ്ങളെ എല്ലാം പ്രവാസികളെന്നാണ് വിളിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. പാസ്പോർട്ടിൽ അടിച്ചിരിക്കുന്ന സീല് ആ വീസയുടെ കരുത്തിലല്ലേ നിൽക്കുന്നത്. വീസയുടെ കാലാവധി തീർന്നിട്ട് വീസ പുതുക്കിയില്ലെങ്കിൽ പെനാൽറ്റി ഇല്ലേ പ്രിയരെ? സ്തോത്രം. നമ്മൾ എന്തെങ്കിലും ഒരു കുഴപ്പം കാണിച്ചാൽ ആ രാജ്യം തിരിച്ച് നമ്മുടെ ഓൺ രാജ്യത്തിലേക്ക് കയറ്റിവിടില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. അവിടെ നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു എന്നതുപോലെ തന്നെ ഇവിടെ നമ്മൾ പരദേശികളാണ്. പരദേശികളാണ്. അതാണ് പത്രോസ് പറയുന്നത്, പരദേശികൾ, ചിതറിപ്പാർക്കുന്ന പരദേശികൾ. നമ്മളിവിടെ പരദേശികളാണ്. ഞാൻ എൻ്റെ ഒരു ചിന്തയെ പറയാം. നല്ല പണം ഉണ്ടെങ്കിൽ അനുഭവിച്ചോണം, ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. ചിലർക്കാണെങ്കിൽ ഇച്ചിരി വലിയ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ അഭിപ്രായത്തില് വീട് വെക്കാൻ പ്രാപ്തിയുള്ളവനല്ലേ വെക്കുന്നത്. അയാളുടെ സ്വപ്നമാണ്, അയാൾ വെക്കട്ടെ. പക്ഷേ അത് സ്വർഗമാണെന്ന് പറയരുതെന്നുള്ളതാണ്. നിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ സ്തോത്രം, ജോലി ഉണ്ടെങ്കിൽ സ്തോത്രം, ബിസിനസ് ഉണ്ടെങ്കിൽ സ്തോത്രം, അതെല്ലാം അനുഭവിച്ച നോ പ്രോബ്ലം. പക്ഷെ അതാണ് സ്വർഗമെന്ന് ചിന്തിക്കരുത്. അതല്ല സ്വർഗം. ഇവിടെ നമ്മൾ പരദേശികളാണ്. ഞാനത് പറയുമ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പാട്ടുകൾ പലത് വരുന്നുണ്ട്. കീബോർഡ് കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നന്നായിട്ട് പാടായിരുന്നു. നിങ്ങൾക്കറിയാവുന്ന പാട്ടായിരിക്കും. പോകണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. ഇവിടെ നമ്മൾ പോകണം. മുമ്പേ പറഞ്ഞതുപോലെ മരണത്തിന്റെ ദൂതൻ അരികിൽ വരും. ഇവിടെ ഒന്നും പോകേണ്ടി വരും. ഹല്ലേലൂയ. പ്രഭാതത്തിൽ നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. അല്ലേ? ഇന്നലെ പാർത്തിരുന്ന എത്രയോ പേര് ലോകം വിട്ടുപോയി. വിട്ടുപോയേ പറ്റൂ. നമ്മൾ പരദേശികളാണ്. ഇന്ന് പകല് ഞാൻ 37-കാരൻ ഒരു ചെറുപ്പക്കാരന്റെ അടക്കത്തിൽ അറ്റൻഡ് ചെയ്തിരുന്നു. ഒരപ്പന് 3 ആൺമക്കൾ. 3 വർഷത്തെ ഇടവേളയിൽ 3 ആൺമക്കളും മരിച്ചുപോയി. 3 അടക്കത്തിന് ഞാൻ പോയിരുന്നു. ഉത്തരമില്ലാത്തൊരു കാര്യം. ഹല്ലേലൂയ.
അപ്പനെ കാണുവാൻ ജോലി സ്ഥലത്തു നിന്ന് ബസ്സിൽ കയറി മകൻ വന്നതാണ്. പക്ഷെ അപ്പനും മോനും തമ്മിൽ കൂട്ടിമുട്ടുന്നതിന് മുൻപ് ബസ്സിൽ വെച്ച് മകൻ ഒരു അറ്റാക്ക് ഉണ്ടായി, സ്പോട്ടിൽ മരിച്ചു. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാട് ഇതല്ല. നമ്മൾ പാടത്തില്ലേ, എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം, നമ്മൾ ആരും ഇവിടുത്തുകാരല്ല, നമ്മളിവിടെ പരദേശവാസികളാണ്. അതുകൊണ്ട് പത്രോസ് പറയുന്നത് പരദേശികൾ, നമ്മൾ പരദേശികളാണ്. അബ്രഹാമിനൊക്കെ അത് പിടികിട്ടിയിരുന്നു കേട്ടോ. അവരെ കുറിച്ച് വായിക്കുന്ന, അവർ ദൂരത്ത് നിന്ന് അത് കണ്ടു, അഭിവന്ദിച്ചു. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. അഭിവന്ദിച്ചു, സല്യൂട്ട് ചെയ്തെന്ന്. അബ്രഹാമേ, ഒരു കാര്യമുണ്ട്, നിങ്ങൾ ദൂരത്ത് നിന്ന് അത് കണ്ടെന്ന് പറഞ്ഞല്ലോ. ഓ, നിങ്ങൾ ഏത് ബൈബിളാ വായിച്ചേ? നിങ്ങളോട് ഏത് പ്രഭാഷകനാ പ്രസംഗിച്ചേ? ഏത് അധ്യാപകനാ പറഞ്ഞത് ഒരു രാജ്യം വരുന്നുണ്ടെന്ന്? ഇവിടെ നിലനിൽക്കുന്ന രാജ്യമില്ല, വരാനുള്ളതാണ് നമ്മുടെ രാജ്യമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞ? ആരും പറഞ്ഞല്ല, കർത്താവ് വെളിപ്പെടുത്തിയതാ. അവരുടെ എല്ലാവരുടെയും അകത്ത് ആ ഒരു പ്രതീക്ഷയുണ്ട്. ദൂരത്ത് നിന്ന് അത് കണ്ടു, അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഞാൻ പറയാം, ജീവിക്കുകയാണ് വിശ്വാസത്തിൽ ജീവിക്കണം, മരിക്കുകയാണ് വിശ്വാസത്തിൽ മരിക്കണം. രണ്ടിനുമിടയിൽ സ്തോത്രം, ശീതോഷ്ണാവസ്ഥ ഇല്ല നമുക്ക്. ആമേൻ. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരാമേൻ പറ. നന്നായിട്ട് ശബ്ദം ഉയർത്തി എല്ലാവരും കൂടെ ചേർന്ന്. എനിക്ക് ടൈമിംഗ് അറിയില്ല, എത്ര മിനിറ്റ് കൂടെ ഉണ്ടെന്ന് ചാറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ ഇവിടുത്തുകാരല്ല. ഇവിടം വിട്ട് നമ്മൾ പോകേണ്ടി വരും. ഈ മെസ്സേജ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളോട് ഇത് പറയാനാണ് കർത്താവ് എനിക്ക് നിയോഗം തന്നേ. സമ്പത്തിന്റെ വർധനവിൽ ഞാൻ ഈ നാട്ടുകാരനാണെന്നും ഞാൻ ഇവിടെ തുടർന്ന് ജീവിക്കുമെന്നും ചിന്തിക്കല്ലേ. 150 വർഷം ജീവിക്കുവാൻ കൊതിച്ചയാളായിരുന്നു മൈക്കിൾ ജാക്സൺ, പോപ്പ് സിംഗർ. 50-ാമത്തെ വയസ്സിൽ അയാൾ ഈ ലോകം വിട്ടുപോയി. അയാളുടെ ആഗ്രഹം അനുസരിച്ച് 100 വർഷം കൂടെ ജീവിക്കണമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ നമ്മൾ നിസ്സഹായരായി പോകും. ആമേൻ. കൊട്ടാരമായാലും വീട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തുള്ളിൽ മൃത്യു ചെല്ലും. വണ്ണം പെരുത്താലും മണ്ണിനിരയാകും, കണ്ണിന്റെ ഭംഗിയോ മായ. 10,000 നീല കെട്ടിപ്പണുതാലും അതിനുള്ളിൽ മൃത്യു കടന്നു ചെല്ലും. കേട്ടോ, ഇതാണ് സ്ഥിതി. ഇവിടെ നമ്മൾ പരദേശികളാണ്. ആട്ടെ, നമ്മളെ എങ്ങനെയാണ് കർത്താവ് കാണുന്നേ? നമ്മളെങ്ങനെയാ കർത്താവ് കാണുന്നേ? നീ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു വേടാ യോഹന്നാൻ 17:18. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയക്കുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയക്കുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിഭാഷ, I have commissioned them to represent me just as you commission me to represent you. നിങ്ങളുടെ വാക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചേ. പിതാവാം ദൈവമേ, അങ്ങയെ റെപ്രസെന്റ് ചെയ്യുവാൻ എന്നെ കമ്മീഷൻ ചെയ്ത് അയച്ചതുപോലെ ഞാൻ ഇവരെ കമ്മീഷൻ ചെയ്ത് അയക്കുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശു ലോകത്തിലേക്ക് വന്നതുപോലെ നമ്മളെ ലോകത്തിലേക്ക് അയച്ചേക്കുക. കേട്ടോ, നിങ്ങൾ ചിലർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ ഈ മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് നടത്തുന്നയാളാണ്. ഒരു 800ഓളം ആളുകൾ കാണും ഓരോ മീറ്റിങ്ങിലും, യൂട്യൂബിലും സൂമിലും ഒക്കെ ആയി. അത് 3 TV ചാനലിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഹാർവസ്റ്റ് കേരളത്തിലുണ്ട്, ഹാർവസ്റ്റ് TV യിലുണ്ട്,
ഹാർവസ്റ്റ് USA ഇന്ത്യൻ ടൈം മോർണിംഗ് 7:30 to 8:30, അതുപോലെ 11:30 to 12:30. അമേരിക്കൻ ടൈമിങ്ങിൽ മോർണിംഗ് 6 to 7. ഈ 3 ടൈമിങ്ങിൽ അത് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല എത്ര പേര് കാണുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ആളുകൾ ഏറ്റവും കൂടുതൽ കയറുന്നത് ഡെലിവറൻസ് പ്രസംഗിക്കുമ്പോഴാണ്. ഞാൻ എന്താ പ്രസംഗിക്കാൻ പോകുന്നത് എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയത്തില്ല. പക്ഷേ ആളുകൾക്കറിയാം ഞാൻ ഡെലിവറൻസ് ആണോ ഉപദേശമാണോ പ്രസംഗിക്കാൻ പോകുന്നത്. ഡെലിവറൻസ് പ്രസംഗിക്കുന്നതിൻ്റെ അന്ന് ഒരു 750 പേര് വരെ അങ്ങ് കയറും. ഉപദേശം പറയുന്നതിൻ്റെ അന്ന് അത് വെട്ടിക്കുറഞ്ഞൊരു 600 പേരാവും. എനിക്കൊരു കാര്യം മനസ്സിലായി, ആളുകൾക്ക് ഇഷ്ടം ഡെലിവറൻസ് പറയുന്നതാണ്. അത് തെറ്റൊന്നുമല്ല, നല്ലതാണ്. വിടുതൽ വേണം. ആർക്കാണ് വിടുതൽ വേണ്ടാത്തത്? ഈ TV കൂടെ ഒക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കൊണ്ട് ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കാനൊക്കെ വിളിക്കും. ഒരുപാട് പ്രശ്നങ്ങളാണ്, നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. ഭയങ്കര പ്രശ്നങ്ങളാണ് ആളുകൾക്ക്. സ്തോത്രം. ഇപ്പൊ ഡെലിവറൻസ് വേണം ആളുകൾക്ക്. പക്ഷെ നമ്മുടെ ദൗത്യം ശ്രദ്ധിച്ച് യേശു പറയുക, പിതാവേ നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ ഇവരെ ലോകത്തിലേക്ക് അയക്കുന്നു. ഞാൻ നിങ്ങളോട് പറയും, യേശു ഈ ഭൂമിയിലേക്ക് വന്നതുപോലെ നമ്മളെ അയച്ചേക്കുക. ആ വാക്യം നിങ്ങൾ കണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് പ്രൊജക്റ്റ് ചെയ്തെന്നാണ് കരുതുന്നത്. അത്ര വലിയ ഉത്തരവാദിത്വം. നമുക്കൊരു മിഷനുണ്ട്. ഞാനതിനെ ജീസസ് മിഷൻ എന്ന് വിളിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. യോഹന്നാൻ 17:14 കണ്ടോ? നമ്മൾ ആരാ? നമ്മൾ ലൗകികന്മാരല്ല, ലോകത്തിൻ്റെതല്ലെന്ന്. They don't belong to the world. അവര് ലോകത്തിൻ്റെതല്ല. KJV-ക്കകത്ത് because they are not of the world. അവര് ലോകത്തിൻ്റെതല്ല. ആമേൻ. അവർ ലോകത്തിൻ്റെതല്ലെന്നേ. നമ്മൾ ലോകത്തിൻ്റെതല്ല. ശബ്ദം ഉയർത്തി രാമേൻ പറ. നമ്മൾ ലോകത്തിൻ്റെതല്ല, നമ്മളെ അയച്ചേക്കുക. നമ്മളിവിടെ പരദേശികളാണ്, നമ്മളിവിടുന്ന് പോകാനുള്ളവരാ. നമ്മളിവിടുന്ന് പോകും. നമ്മുടെ നാടിതല്ല, നമ്മുടെ രാജ്യം ഇതല്ല. നമ്മളിവിടുന്ന് പോകും. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഒരു ഭയങ്കര വെളിപ്പാട് വ്യാപരിക്കണം. ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ ഇവിടേക്ക് അയക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ രാജ്യം വേറെയാണ്, ഞാനിവിടെ പരദേശിയാണ്. ഒരാമേൻ പറഞ്ഞു ശക്തിയോടെ. ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കാം. മെസ്സേജ് എങ്ങും എത്തിയിട്ടില്ല, എന്നാലും സമയം തീർന്നല്ലോ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ RS വിജയരാജ് പാടിയൊരു പാട്ടുണ്ട്, ഈ ഒരു ആയുസ്സയെ നമുക്കുള്ള സോദര ദൈവത്തെ ആരാധിക്കാൻ. സഹോദരങ്ങളെ, നമുക്കെല്ലാം ഒറ്റ ആയുസ്സയുള്ളൂ. കേട്ടോ, കർത്താവിന്റെ വേല ചെയ്യാൻ, മിഷന്റെ ഭാഗമാകാൻ നമുക്കെല്ലാവർക്കും ആമേൻ ഒറ്റ ആയുസ്സയുള്ളൂ. ഈ ആയുസ് കർത്താവിന് വേണ്ടി. ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കഴിവ് എല്ലാം കർത്താവിന് വേണ്ടി. എത്ര പേരത് പറയും? കർത്താവ് എൻ്റെ ആരോഗ്യത്തെ, എൻ്റെ ആയുസ്സിനെ, എൻ്റെ സമ്പത്തിനെ, എൻ്റെ കഴിവിനെ എന്ന് വേണ്ട, എനിക്കുള്ളതെല്ലാം അങ്ങേക്കുള്ളതാ. എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? കണ്ണടച്ച്, യേശുവേ ഞാനിവിടെ പരദേശിയായിട്ട് നിൽക്കാപ്പ. ഉച്ചത്തിൽ പ്രാർത്ഥിന്. ലോത്ത് സോദോമിൽ സെറ്റിലായി. ലോത്ത് ആ നാട്ടുകാരനല്ല എന്നുള്ള കാര്യം ലോത്ത് മറന്നുപോയി. ലോത്ത് ആ നാടിനോട് ഇഴുകിച്ചേർന്നു. ദൈവത്തിന്റെ ദൂതൻ വന്ന് കരത്തിൽ പിടിച്ചിട്ട് ലോത്തിന് പിടികിട്ടിയില്ല. കർത്താവിനോട് പറ, യേശുവേ ഞാൻ ഈ നാട്ടിൽ സെറ്റാകുവാനിടവരല്ലേ.
യേശുവേ എനിക്ക് മാറ്റം തരണേ. ഉച്ചത്തിൽ പ്രാർത്ഥന. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച്, യേശുവേ എന്റെ ജീവിതത്തിൽ കാതലായി വ്യത്യാസം താപ്പ. യേശുവേ എന്റെ ജീവിതത്തിൽ കാതലായി വ്യതിയാനം താപ്പ. യേശുവേ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം തരണേ. എത്ര പേര് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ വിധേയപ്പെടുവാൻ പറ്റുന്നവരെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് വിധേയപ്പെട്ടെ. യേശുവേ എന്നെ സഹായിക്കണേ. ഞാൻ ഈ നാട്ടിൽ സെറ്റാകല്ലേ. ലോകത്തിലുള്ളത് ഒന്നിൻ്റെ പിന്നാലെ ഞാൻ ഓടാനിടവരല്ലേ. എനിക്കൊരു വ്യത്യാസം തരണേ യേശുവേ. മിഷന്റെ ഭാഗമായി എനിക്കുള്ള സർവ്വതും അങ്ങയുടെ നാമത്തിന് വേണ്ടിയുള്ളത്. എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ കഴിവ്, എൻ്റെ തലമുറ അങ്ങയുടെ നാമത്തിന് വേണ്ടിയുള്ളത്. എത്ര പേരൊന്ന് സമർപ്പിക്കും? പ്രിയപിതാവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ വചനം വളരെ കാതലായ ചലനങ്ങൾ ഉണ്ടാക്കട്ടെ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. തിരിച്ചറിവും മാറ്റവും കൽപ്പിച്ചാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.